ദാ. ഓ. എന്താണ്? സൂക്ഷിക്കണം, അതിന്റെ നഖം തട്ടിയ മുറിയും. സോപ്പിയ, നീ കോവർഗഡത്തെ കണ്ടിട്ടുണ്ടാ? ഇല്ല, പക്ഷെ നമ്മളെ കേട്ടേക്കുന്നു. അതെ, നിനക്കറിയോ ഈ കോവർഗഡത്തെ എങ്ങനെയാ ഉണ്ടാവണെന്ന്? നമുക്കറിയില്ല കേട്ടോ. അതെ, നല്ല പിടയ്ക്കണ പെൺകുതിരെ കൊതി മൂത്ത് സഹിക്കാൻ പോയിട്ടാകുമ്പോൾ അടുത്ത് നിൽക്കണ കഴുതയുടെ പിന്നാലെയല്ലോ, വൈകാതെ അതിന് ഗർഭമാവും. ഇവിടെ ഒരു സുന്ദരി വൈകാതെ എൻ്റെ കോവർഗഡത്തിനെ പ്രസവിക്കുന്ന തോന്നണേ. അയ്യോ, വാസുട്ടാ, 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 വാസുട്ടാ. എന്താണാവോ പേര്? സുബൈദ. എന്താണ് സബ്ജക്റ്റ്? ഹിസ്റ്ററി. ആലീസിന്റെ അത്ഭുതലോകം വായിച്ചിട്ടുണ്ടോ? നിന്നോട് ആര് പറഞ്ഞടി വായിക്കാൻ? ആലീസ് കരഞ്ഞുണ്ടാക്കിയ കണ്ണീരിന്റെ കുളത്തിൽ മുങ്ങിപ്പോയ എലി കരയിൽ കയറിയിരുന്ന് ദേഹമുണക്കാൻ നേരം വായിക്കുന്ന സാധനമല്ലടി ഈ ഹിസ്റ്ററി. അത്ര ഡ്രൈ അല്ലേ ഈ ചരിത്രം? എന്തണ്ടേ ചിരിക്കാൻ? എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അതുള്ളിൽ കൊണ്ട് നടന്ന എനിക്ക് ഉറക്കം വരില്ല. ഞാനൊരു ഘോര മുസ്ലിം വനിതയായതിൻ്റെ കഥയാണത്. ആനകളും ബസ് സർവീസും ഒക്കെയുള്ള ഒരു വലിയ തറവാടാണ് നമ്മുടേത്. ഒരാനക്കുട്ടി ഉണ്ടായിരുന്നു, ബഹുവികൃതി. ഞാൻ കൊടുക്കാം. കൊടുക്ക്. അന്ന് 9ാം ക്ലാസ്സിലായിരുന്നു ഞാൻ. നല്ല തണുപ്പുള്ള ഒരു ദിവസം രാവിലെ മുറ്റത്തിരുന്ന് വെയിൽ കഴുകുകയായിരുന്നു ഞാനും ആനക്കുട്ടിയും. പെട്ടെന്ന് ആ ജന്തു എന്റെ ഉടുമുണ്ടും പറിച്ച് ഓടാൻ തുടങ്ങി. എന്നിട്ട് കാച്ചിയും കട്ടിമുണ്ടും അല്ലാതെ അടിവസ്ത്രം ധരിക്കുന്ന പതിവില്ലായിരുന്നു എനിക്ക് അന്ന്. ഇപ്പോഴും അതില്ലേ? ഇല്ലേ? അലോസർ എന്ന ഞാൻ അതിനിട്ട പേര്. കഴിഞ്ഞു. ബ്ലൗസ് മാത്രമായി താഴോട്ടൊന്നുമില്ലാതെ മുറ്റത്ത് നിൽക്കുക ഞാൻ. എനിക്ക് സഹിച്ചില്ല. മുറ്റത്ത് ഉണങ്ങാൻ വെച്ചിരുന്ന ചിരവയെടുത്ത് ആനക്കുട്ടിയുടെ മസ്തകത്തിൽ ഞാൻ ആഞ്ഞൊരടി കൊടുത്തു. ഒന്നമറി അത് നിലത്തേക്ക് മറിഞ്ഞു. അപ്പോ വല്ലോ ഡോക്ടർ എത്തുമ്പോഴേക്കും ആനക്കുട്ടി ചത്തു. എന്റെ ജീവിതത്തിലെ മനസമാധാനം അതോടെ ഇല്ലാതായി. ആളുകളൊക്കെ എന്നെ നോക്കി പിറുപിറുക്കാൻ തുടങ്ങി. ഒറ്റയടിക്ക് ആനയെ കൊന്നവളാ. വഴി നടക്കാൻ വയ്യാതായി. സുബൈദ അല്ലടാ, ആന സുബൈദ. ഒറ്റയടിക്ക് ആനയെ കൊന്നോളാട്ടോ. എന്നാലും ആനക്കുട്ടിയുടെ ഒരു ഭാഗ്യം. അത് കാണാൻ എന്തൊരു രസമായിരിക്കും. അവിടുന്ന് ഒളിച്ചോടിയുള്ള ഓട്ടം ഇവിടെ വരെ എത്തി.
ആഫ്രിക്കയിൽ നിന്ന് ഈ ചുരുൾമുടി എങ്ങനെ വൻകരകൾ കടന്ന് നിന്റെ തലയിൽ വന്നു? ആ? നിങ്ങൾ ആ പാവം കോരമ്പയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതെന്തിനാ? നമ്മുടെ പൂളെ മൈസൂർ കോലെ ഇഞ്ചിയൊക്കെ അവൻ എത്ര മോഷ്ടിച്ചെന്നറിയോ? ഞാൻ കറുപ്പിയോട് പറഞ്ഞ് ശരിയാക്കില്ലേ? ആ പാവത്തിന് പോലീസുകാരിപ്പോ അടിച്ച് പദം വരുത്തി കാണും. ഉരുട്ടലൊക്കെ പോലെ കേട്ടാ പേടിയാവണ കഥകളാ പോലീസുകാരെ പറ്റി ഇപ്പൊ കേൾക്കണത്. നിങ്ങൾ പോയി ഒന്ന് അവനെ വെടിയിച്ചു കൊണ്ടുവാ. കറപ്പി, നീങ്ങളെ കൊരമ്പയെ ഞാൻ അറിഞ്ഞ് പദം വരുത്തുവേ. ആ അതെ, SI സാറിനെ ഒന്ന് കാണായിരുന്നു. എന്താ കാര്യം? ഒരു പരാതി പിൻവലിക്കാനാ. ഏമനകത്തുണ്ട്. നമസ്കാരം. എന്തുവാടേ? അത് ഈ കൊരമ്പയ്ക്കെതിരെ ഒരു പരാതി തന്നിരുന്നു. അത് പിൻവലിക്കാൻ വന്നാ. അവനൊരു പാവ സാറേ. നിനക്കൊക്കെ തോന്നുമ്പം പരാതിപ്പെടാനും പിൻവലിക്കാനുള്ള സ്ഥലമാണോടാ പോലീസ് സ്റ്റേഷൻ? രാമേന്ദ്ര, ആ ചെറുമനെയും കൊണ്ടുവാ. മര്യാദയ്ക്ക് നടന്നോണം കേട്ടോടാ. നിന്റെയൊക്കെ പെരുമനില്ലേ ആ തലവെട്ടികളുടെ നേതാവ്, അവനെ ഞങ്ങളങ്ങ് എടുത്തു. നീയും അവരുടെ കൂടെ ആണോടാ? മേലാൽ എന്തെങ്കിലും കേട്ടാൽ കൊന്നുകളയും ഞാൻ. പൊയ്ക്കോ. ശരി. ഞാൻ ചെയ്യാം. കരയാതെ. സാരല്ല കറുപ്പി, ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഇട കൊടുക്കരുത്. നമ്മൾ പെണ്ണുങ്ങൾക്ക് അത്രയല്ലേ കഴിയൂ. ഇട കൊടുക്കാതിരിക്കുക. കരയാതെ. കുമാരോ, ഒന്ന് വേഗം വലിച്ച് അടുപ്പിക്കണ്ട കുമാര. ആ അമ്പലപരിപാടിയല്ല എങ്ങനെ ഉണ്ടായിന് പറയതേ? തരക്കേടില്ലായിരുന്നു. നീയായിരുന്നാ? നിന്റെ അച്ഛൻ്റെ സൂക്കേട് എങ്ങനെയുണ്ട് ഗോപാല? കുറവുണ്ടാ? ഓ, ഒരു കുറവില്ലാന്നേ. അങ്ങനെ തന്നെ കിടക്കുക. അല്ല, ഇത്തവണ പൊതുവാൾ കുറച്ച് നേരത്തെയാണല്ലോ. കൊയ്ത്തൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. കുന്നത്തൂർ പാടി ഉത്സവം തുടങ്ങണതിന് മുമ്പ് എനക്ക് അവിടെ എത്തണപ്പാ. ആ, ഒന്ന് നേരെ വലിക്കടോ. ഗോപാല, ഒന്നത് പിടിച്ച. ഒന്നും നടക്കുരാകവ.
മുത്തപ്പ. കുറച്ച് പൈസ കുറവുണ്ട്. അടുത്ത തവണ വരുമ്പോ ആയില്ലപ്പാ, നിങ്ങളെ പ്രയാസം എനിക്ക് അറിഞ്ഞൂടെ. ഒന്ന് പിടിച്ചേ. ആ വാസുവിന്റെ വീട്ടിലൊന്ന് കയറണം. വാസു, വാസുവേ. വാസുവേട്ടനില്ലല്ലോ, പുൽപ്പള്ളി പോയതാ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന്. അനസൂയമോക്ക് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഒരു തമല വേണമെന്ന് വാസു കഴിഞ്ഞവണ കണ്ടപ്പോൾ പറഞ്ഞേന്. പിന്നെതാ നിങ്ങ പറഞ്ഞ ഉരുളി. പൊതുവാട് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോളൂ. മൂപ്പര് വരാൻ ഉച്ച തിരിയും. നിങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ നാട്ടിലേക്ക് മടങ്ങൂ. പിന്നീട് വന്ന് പണം വാങ്ങിച്ചോളൂ. പൈസ ഇപ്പം ആരാ ചോദിച്ചേ? ആ കണക്കെല്ലാം ഞാൻ മൂപ്പരുമായിട്ട് ആയിക്കോളാം. ഇന്നൊന്നെല്ലാം തുടങ്ങിയാണ് വാസുവായിട്ടുള്ള ബന്ധം. ആക്കെ പോട്ടെ, നിങ്ങളെ മുഖത്തെന്താണ് സുഖമില്ലാത്ത മാതിരി? പനി പിടിച്ചോ? വല്ലാണ്ടുണ്ടല്ലോ. വയ്യ, വല്ലാത്ത തലവേദന. ഞാനകത്ത് കിടക്കുകയായിരുന്നു. നല്ല വേദനയുണ്ടാ? നിൽക്കാനും ഇരിക്കാനും വയ്യ, തല വെട്ടിപ്പൊളിക്കണ പോലെ. ഞാൻ ഒരു മരുന്ന് തരട്ടെ? എൻ്റെ ഓക്ക് തലവേദന ഒരു കൂടപ്പറപ്പ് പോലെയാണപ്പാ. ഓക്ക് ഞാൻ കൊടുക്കണ ഒരു നാടൻ മരുന്നുണ്ട്, നമുക്കത് നോക്കിയാലോ? ചീരോമുളകിൻ്റെ ചെടിയുണ്ട് ഇവിടെ. ഹാ, ദേ നിൽക്കണ സാധനം. ഏടെയാ നമ്മി? അതേരിക്കണ്. വേണ്ട വേണ്ട പൊതുവാളെ, പൊതുവാളെ പൊയ്ക്കോളൂ. ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങണ്ടല്ലേ, ഞാൻ അരച്ച് നെറ്റിയിലിട്ടോളാം. ഇതൊന്ന് നെറ്റിയുമ്പോൾ പുരട്ടിയാൽ മതി. 5 മിനിറ്റ് കൊണ്ട് തലവേദന പമ്പ കിടക്കും. ഇങ്ങോട്ട് കിടന്നോ, ഞാൻ പുരട്ടിത്തരാം. മടിക്കണ്ടെന്ന്. തട്ടാനും വൈദ്യനും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഒന്നും ഇല്ലാന്നല്ലേ പറയല്. കിടന്നോ. ആ മരുന്ന് പുരട്ടിയിട്ടില്ല.